ഹായ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചെറിയൊരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനുമായിട്ടാട്ടോ. എൻ്റെ മുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷനാണ്, ആക്നി പ്രോൺ ആണ്, സെൻസിറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മുഖത്തേക്ക് എല്ലാം കൂടെ വലിച്ചു വാരി തേച്ച് കുറേ നാൾ ഞാൻ അബദ്ധം പണിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഒരുപാട് മുഖക്കുരു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി മുഖക്കുരു ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ഇത് ഹോർമോൺ ഇംബാലൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എൻ്റെ ചീക്ക് ഏരിയയിലും ഒക്കെ എൻ്റെ നെറ്റത്തും എൻ്റെ കഴുത്തിൽ വരെ ആക്നീസ് ഉണ്ടായ സമയമുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ചില പ്രോഡക്റ്റുകൾ മാറ്റി വേറൊരു പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്തതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയത്. അപ്പോൾ അതെന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഞാനൊരു പുതിയ ഫേസ് വാഷ് പരീക്ഷിച്ചു. അതെനിക്ക് നന്നായിട്ട് സ്യൂട്ടാകുന്നുണ്ട്. ഭയങ്കര ട്രെൻഡിങ് ആണെന്നൊക്കെ കരുതി ജസ്റ്റ് ഒന്ന് മേടിച്ച് നോക്കിയതാണ് നമ്മുടെ റൈസ് ഫേസ് വാഷ്, അതായത് നമ്മുടെ കൊറിയൻ ഫേസ് വാഷ്. എന്തായാലും അത് ഉപയോഗിച്ചതിന് ശേഷം പുതിയ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പഴയതിനെയൊക്കെ കുറയ്ക്കാനേ അത് സഹായിച്ചുള്ളൂ. മുഖം നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തെടുത്ത് തുടച്ചെടുത്തു കേട്ടോ. അപ്പോഴാണ് ഓർത്തത്, ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോൾ ഒരുപാട് ഡെഡ് സ്കിൻ എൻ്റെ ലിപ്സിൽ നിന്ന് പോകുന്നായിരുന്നു. അപ്പോൾ അതൊന്ന് സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമെന്ന് കരുതി ഞാനൊരു ലിപ് സ്ക്രബും കൊണ്ട് എൻ്റെ ചുണ്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ലിപ് സ്ക്രബ് നമ്മുടെ വീട്ടിൽ പഞ്ചസാരയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കാമെന്നുള്ളൂ, കയ്യിലിരുന്നുകൊണ്ട് ഉപയോഗിച്ചുള്ളൂ. ഒരു നാപ്കിൻ കൊണ്ട് ഞാൻ തുടച്ചു, എന്നിട്ട് ഒന്നുകൂടെ എൻ്റെ മുഖം ഒന്ന് വെറ്റ് ചെയ്തു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് വെറ്റും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു മോയ്സ്ചർ പരുവത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്നെയിൽ മ്യൂസിന് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അന്നാലാണ് അതിൻ്റെ ഒരു അതിൻ്റെ മോയ്സ്ചറൈസിങ് എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. സ്നെയിൽ മ്യൂസിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇതൊരു സ്കിൻ ബാരിയർ റിപ്പയർ ആണ്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെയും എൻ്റെ മുഖക്കുരുവിന് ഒരുപാട് മാറ്റം വന്നു. നെക്സ്റ്റ് പ്രോഡക്റ്റ് നിയാസിനമൈഡ് ആണ്. ഇത് ഞാൻ ഓർഡിനറിയുടെ ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ഞാൻ ഒരു ഫുൾ ബ്രാൻഡ് തന്നെ ഞാൻ ചേഞ്ച് ചെയ്തു കേട്ടോ. എന്തായാലും മറ്റത് മേടിക്കുന്നതും ഇത് മേടിക്കുന്നതും ഇതിൻ്റെ ചെറിയ സൈസിന് സെയിം വിലയായതുകൊണ്ടാണ് മാറ്റിയത്. ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരാഴ്ച ആയിക്കാണ്. അപ്പോഴത്തേക്ക് എൻ്റെ മുഖക്കുരു എല്ലാം അകത്തേക്ക് വലിഞ്ഞു പോവുകയും അതിൻ്റെ പാടുകൾ വരെ കുറയ്ക്കാനായിട്ട് സഹായിച്ചു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഞാൻ എൻ്റെ റെറ്റിനോൾ ക്രീം തേക്കുകയാണ്. ഇത് ലാക്മിയുടെ റെറ്റിനോളാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ചിലവർക്കൊക്കെ ഇതിൽ കുരു വരുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ നൈസിനമൈഡിൻ്റെ ഒക്കെ എഫക്റ്റും കൊണ്ടായിരിക്കാം ഇത് തേക്കുമ്പോൾ ഇതുവരെ അങ്ങനെ പുതിയ കുരുക്കളൊന്നും വന്നിട്ടില്ല. മാത്രമല്ല, ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് എൻ്റെ മുഖത്തിന് കൊടുക്കുന്നുണ്ട്, ഫേമിങ് എഫക്റ്റും കിട്ടുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ചുണ്ടത്ത് ഒരു ലിപ് മാസ്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഉറങ്ങാൻ കിടന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ മുഖക്കുരുവിൻ്റെ സെക്കൻഡ് വീക്കിൽ ഇപ്പോഴത്തെ മിനിമം പ്രോഡക്റ്റ് വെച്ചിട്ടുള്ള എൻ്റെ ഒരു റിസൾട്ട്. എൻ്റെ മുഖത്ത് ഒരുപാട് കുരുക്കൾ കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നന്നായി ഇത് വർക്ക് ചെയ്യേണ്ടത്.